നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 32 സൂപ്പർ പോരാട്ടം ഇന്ന് നടക്കുകയാണ്. ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം നാളെ രാവിലെ 6:30 കളി. നെതർലൻഡ്സും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീ പാറുന്നൊരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു മത്സരം. നമുക്കത് നെതർലൻഡ്സിൻ്റെ ടീം ന്യൂസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇഞ്ചുറി പ്രശ്നങ്ങളൊന്നുമില്ല. നോ കറണ്ട് ഇഞ്ചുറീസ്, നോ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫിറ്റ് ആയിട്ടുള്ളൊരു സ്ക്വാഡ് റൊണാൾഡോ കുമാൻ അവൈലബിൾ ആണ്. സോ ഏറ്റവും മികച്ച സ്ക്വാഡിനെ തന്നെ 11 തന്നെ അദ്ദേഹം ഇറക്കും. എന്തായാലും കുറച്ച് ഡൗട്ടുകൾ ഇപ്പോൾ ഉണ്ട് എബൌട്ട് അറ്റാക്കർ കോഡി ഗാക്പോ. റീസെൻ്റ്ലി അദ്ദേഹത്തിന് ചില ഇഷ്യൂകൾ ഉണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം സ്ക്വാഡിനോടൊപ്പം തന്നെ തുടരുന്നുമുണ്ട്. അപ്പോൾ അദ്ദേഹം സ്ക്വാഡിൽ എന്തായാലും ഇന്ന് കളിക്കാൻ ഇറങ്ങും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗാക്പോ അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഫ്രണ്ട് ലൈനിൽ അദ്ദേഹത്തോടൊപ്പം ബ്രയാൻ ബ്രോബി ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. ഡിഫൻസിൽ എന്തായാലും വെർജിൽ വാൻ ഡൈക്ക് വളരെ എക്സലൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തുടരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടാകും. പിന്നെ മിഡ്ഫീൽഡേഴ്സിൽ നിന്ന് മികച്ച രൂപത്തിലൊരു സംഭാവന പ്രതീക്ഷിക്കുന്നുണ്ട്. റയാൻ ഗ്രാവൻബേഷും ഫ്രങ്കി ഡിയോങ്ങും ഒക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെതർലൻഡ്സിൻ്റെ ഒരു പ്രോബബിൾ 11 നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ വേബ്രുഗൻ അവരുടെ ഗോൾ കീപ്പറായിട്ടുണ്ടാവും. ഡിഫൻസിൽ വാൻ ഹെക്കും വാൻ ഡൈക്കും ചേർന്നുകൊണ്ട് അവരുടെ സെൻറ്റർ ബാക്കുമാരുടെ റോൾ ചെയ്യും. പിന്നെ വാൻഡവനും അതുപോലെ ഡംഫ്രീസും ചേർന്നുകൊണ്ട് ഇരു പാർശ്വങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. മധുരയിലേക്ക് വരുമ്പോൾ തിയാനി റൈൻഡേഴ്സും ഫ്രങ്കി ഡിയോങ്ങും റയാൻ ഗ്രാവൻബേഷുമാണ് അണിനിരക്കുക. മുന്നേറ്റത്തിൽ ഗാക്പോ, ബ്രോബി പിന്നെ മാലനും ഉണ്ടായിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ എന്തായാലും നമ്മൾ സമ്മർവിലിനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് ഒരു 4-3-3 ഫോർമാറ്റിലൊക്കെ അവരിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മൊറോക്കോയുടെ കാര്യത്തിലും നോ കറണ്ട് ഇഞ്ചുറീസ് ഓർ സസ്പെൻഷൻ. അപ്പോൾ അതുകൊണ്ട് സസ്പെൻഷനും കറണ്ട് ഇഞ്ചുറീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഫുള്ളി ഫിറ്റ് ആയിട്ടുള്ള സ്ക്വാഡും കൊണ്ട് തന്നെയാണ് അവരും വരുന്നത്. ബുവാദി മധ്യനിരയിൽ ഒരു പിവോട്ട് റോളിൽ എൽ ഐനോയിക്കൊപ്പം വീണ്ടും ജോയിൻ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ബ്രസീലിനെതിരെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയത് ഓർമ്മയുണ്ടല്ലോ. മുന്നേറ്റത്തിൽ എൽ സൈബരി തന്നെ ഉണ്ടായിരിക്കും. അദ്ദേഹമാണ് അവരുടെ മുന്നേറ്റത്തിലെ തുറുപ്പ് ചീട്ട് എന്ന് പറയേണ്ടി വരും. ഏതായാലും അദ്ദേഹത്തോടൊപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് മിലാൽ എൽ ഖന്നൂസും അതുപോലെ ബ്രാഹിൻ ഡയസും ഒക്കെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനുണ്ടാകും എന്നും പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ മൊറോക്കോയുടെ ഒരു പ്രോബബിൾ 11 പോയാൽ യാസിം ബോനോ ഗോൾ കീപ്പറായിട്ടുണ്ടാകും. ഡിഫൻസിൽ റെയ്ദും ഡിയോപ്പും സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ അതുപോലെ നസ്രോയും അതുപോലെ ഹക്കീമിയും ഇരു പാർശ്വങ്ങളിലായിട്ടും ഉണ്ടാവും. ദെൻ പിന്നീട് അവരുടെ മധ്യനിരയിലേക്ക് വരുമ്പോൾ എൽ ഐനോയും അയൂബ് ബുവാദിയും ചേർന്നുകൊണ്ട് മധ്യനിരയിൽ ഡബിൾ പിവോട്ട് റോൾ കൈകാര്യം ചെയ്യും. മുന്നേറ്റത്തിൽ ഒനാഹി സൈബരിയെ സഹായിക്കാൻ ഒരു നമ്പർ 10 റോളിലൊക്കെ ഉണ്ടായിരിക്കും. ഇരു പാർശ്വങ്ങളിലായിട്ട് കന്നൂസും അതുപോലെ ബ്രൈൻ ഡയസും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൈബരി ഗോൾ മണമുള്ള നീക്കങ്ങളെ വലയിലേക്ക് എത്തിക്കാനായിട്ട് മുന്നിൽ കയറി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഏത് രൂപത്തിലുള്ള ഒരു റിസൾട്ട് വരും അതൊരു ചോദ്യമാണ്. ഹെഡ് ടു ഹെഡ് എന്ന് പറഞ്ഞാൽ നെതർലൻഡ്സിന് 2 അതുപോലെ തന്നെ മൊറോക്കോക്ക് 1 എന്നുള്ളതാണ് ഇതുവരെയുള്ള കണക്ക്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് 2 ടീമും ഒരു കട്ടക്ക് പോരാട്ടം നടത്തും. ആര് വിജയിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.